നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1199 ആണ്ട് മിഥുന മാസം 11 തീയതി 2024 ജൂൺ മാസം 25 തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. തിരുവോണ നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം. തിരുവോണം പൊതുവേ ശുഭനക്ഷത്രമാണ്, നല്ല നക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസമോ ചൊവ്വാഴ്ചയാണ്. നമുക്ക് നാള് കൊള്ളാമെങ്കിലും ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ചൊവ്വ പാവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വയുടെ ദിവസമാണ് ചൊവ്വാഴ്ച. ചൊവ്വയ്ക്ക് ഏറ്റവും പവറുള്ള ദിവസം, അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള ദിവസം. അപ്പോൾ ചൊവ്വ ദിവസം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. അതുകൊണ്ട് ഇന്ന് ആകിലും നക്ഷത്രം കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ശുഭകാര്യങ്ങൾക്ക് തുനിയരുത്. ആകിലും കാര്യങ്ങൾ മാറ്റിവെക്കുക. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളത് മിഥുനമാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളത് ഈ ചൊവ്വാഴ്ചയാണ് വന്നിരിക്കുന്നത്. ശനിയെപ്പോലെ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ദിവസവും കൂടിയാണ് ചൊവ്വാഴ്ച. അതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു വർഷത്തെ നിങ്ങൾ കൊണ്ടുപോകാൻ. ചൊവ്വയ്ക്ക് കുറേ പ്രത്യേകതയുണ്ട്. ചൊവ്വ ആക്സിഡൻ്റ് ഉണ്ടാക്കുന്നവനാണ്. ചൊവ്വ അഗ്നികാരകനാണ്, തീപ്പൊള്ളലേക്കും. ചൊവ്വ സർജറി കാരകനാണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ചൊവ്വയെ നമുക്ക് ഇതൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ ചൊവ്വയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം ഈ ഒരു വർഷവും. അല്ലാത്തവർ ഇന്ന് ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് ചൊവ്വയ്ക്കായിട്ട് ആഴ്ച ദോഷ പരിഹാരത്തിനായി ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ മതിയാവും. ഒന്ന് മുരുകക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ പോയി അർച്ചനയൊക്കെ നടത്തിയിട്ട് നമ്മളങ്ങ് ഇറങ്ങിയാൽ മതി. പക്ഷേ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് അങ്ങനെയല്ല. ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ മുരുകക്ഷേത്രത്തിൽ പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ, ഈ ഒരു വർഷത്തിലെ പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ ഭസ്മാഭിഷേകമോ പഞ്ചാമൃതാഭിഷേകമോ അർച്ചനയോ നടത്തണം. മുരുകക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ മുൻവിളക്ക്, അതുപോലെ ശരിക്ക് കട്ടിപ്പായസം, അതായത് ശർക്കര പായസം, പട്ട് വാങ്ങി നടക്കി വയ്ക്കുക. ഇതൊക്കെ ദേവതയുടെ പ്രീതി വർദ്ധിക്കാനും ദോഷങ്ങളുടെ ശക്തി കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ശ്രീമുരുക യന്ത്രം, സുബ്രഹ്മണ്യ യന്ത്രം, ദുർഗാ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടുക. നമുക്ക് ഈ ദോഷങ്ങളൊന്നും വരാതെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി. അതുപോലെ ഇന്നത്തെ ദിവസം നമുക്ക് കൊള്ളൂല എന്ന് പറഞ്ഞുവെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയുള്ളത് കൊണ്ട് അങ്ങനെ വന്നാൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. അഭിജിത്ത് മുഹൂർത്തം 12:03 തൊട്ട് തുടങ്ങുകയാണ്. 12:03 തൊട്ട് 12:51 വരെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് അങ്ങനെ വന്നാൽ അഭിജിത്ത് മുഹൂർത്തത്തെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സ്റ്റേജ് വരികയാണെങ്കിൽ 50% ദോഷത്തെ കുറയ്ക്കാനായിട്ട് അഭിജിത്ത് മുഹൂർത്തത്തിന് സാധിക്കും. അപ്പോൾ നമുക്ക് ആ സമയം എടുക്കാം. അതുപോലെ ഇന്ന് രാവുകാല സമയം വരുന്നത് സൂക്ഷിക്കണം. 3 മണി മുതൽ 4:30 മണി വരെ എന്നാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും 3:36 വരെ തൊട്ടേ തുടങ്ങുകയുള്ളൂ. 4 മണിക്ക് 4:30 തീരൂല. 5 മണി 10 അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് രാവുകാല സമയവും നോക്കി വേണം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ. അല്ലെങ്കിൽ വഴി കിടന്ന് വഴക്കും പ്രശ്നങ്ങളും കേസും ആക്സിഡൻറ്റും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഒന്നിനെ എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് എല്ലാ ദിവസവും ഞാൻ പറയണ, എല്ലാ ദിവസവും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികനും യമകണ്ഠനും. ഇത് 2 നമ്മളെ അന്നത്തെ യാത്രയിൽ തടസ്സം ചെയ്യുന്ന 2 സമയങ്ങളാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രാഫിക് ജാമും സിഗ്നലും, രണ്ടും പേടിക്കണം.
ഇതിനെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോയാൽ അപകടങ്ങൾ വരുത്തി വയ്ക്കും. ഈ സമയമാണ് ഗുളികകാല സമയം 12:27 തൊട്ട് 2:02 വരെയും യമകണ്ഠകാല സമയം 9:18 തൊട്ട് 10:53 വരെയും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ റെഡ് കളറിലുള്ള വസ്ത്രധാരണം കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. ചുവപ്പ് വസ്ത്രം, അത് ബ്ലൗസായിട്ടോ ഷർട്ടായിട്ടോ ഷാളായിട്ടോ മറ്റ് എന്തെങ്കിലും ആയിട്ടോ നമുക്ക് വസ്ത്രത്തിന് ധരിക്കാം. ഒന്നുമില്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. അല്ലെങ്കിൽ കുങ്കുമ പൊട്ട് തൊടുന്നവരാണെങ്കിൽ കുങ്കുമം തൊടുക, അല്ലെങ്കിൽ ചുവന്ന പൊട്ട് നെറ്റി തൊടുക. ഇതൊക്കെ ശരിക്ക് ചൊവ്വയുടെ ദോഷം കുറയ്ക്കാനും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കടന്നു വരാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതല്ല എങ്കിൽ പോലും ഒരു അപകടങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും അവരൊരു വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.